എന്റെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അന്തപുരത്തിലെ അമ്മച്ചിയുടെ പേരെന്താ? ഇയാളെ കണ്ടിട്ട് പുഷ്പിന്റെ ലുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഐ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ്, പക്ഷെ എനിക്ക് ബ്രാൻഡിന്റെ പേര് എനിക്കറിയില്ല. കൃഷ്ണ എന്തേ അമ്മച്ചിയല്ല. പിന്നെ 2 സൺഗ്ലാസസ് എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാവും, ഒന്ന് കാറിലും അല്ലെങ്കിൽ എന്റെ ബാഗിലും. നിനക്ക് കാറല്ല, അത് ഞാൻ പറയത്തില്ല. സ്ഥലം എവിടെയെന്ന് പറഞ്ഞ കുണ്ടന്നൂരും. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റഡൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ക്യൂട്ട് ബോക്സ് എപ്പോഴും ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് എൻ്റെ റബ്ബർ ബാൻഡ്സ് ഉണ്ടാകും, ഒരു ലിപ് ബാംസ് ഉണ്ടാകും. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? പിന്നെ ഫേസിൽ ഇടുന്ന ഒരു ചെറിയൊരു വൈറ്റമിൻ സി സെറത്തിന്റെ ഒരു സംഭവം ഉണ്ടാവും. ഇവളവിടെ പെട്ടി കിടക്കാനുള്ള പരിപാടിയാ? എന്താണത്? പിന്നെ കുറച്ച് കോയിൻസ്, അത് ചില സമയങ്ങളിൽ ചിലരൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ല ചേട്ടാ. പിന്നെ സൺസ്ക്രീൻ, ഇറ്റ്സ് ഓൾവേസ് ഇൻ പ്രിഫർ ഫോർ ദ കായ. ഇതെന്റെ ബെസ്റ്റ് ബ്രാൻഡാണ് ഇന്ത്യയിലെ കായ. ഇത് ഒരുപാടുണ്ടല്ലോ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ, ഒരു കോംപ്ലിമെന്റ്. ഇറ്റ്സ് മൈ ഈസി ഫൗണ്ടേഷൻ, പേരൊന്നുമില്ല, ദാറ്റ്സ് ഇറ്റ്. ഇതെല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ ചെറിയൊരു ഇത് എൻ്റെ ഹെയർ വന്നു. പിന്നെ ചെറിയ വാസ്ലീൻ. എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്, ഇത് എപ്പോഴും ഞാൻ ന്യൂസ് റിപ്പോർട്ടിംഗ് ടൈമിൽ എപ്പോഴും റെഗുലർ ആയിട്ട് ക്യാമറ ലൈറ്റിങ്ങിന് വേണ്ടി എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. എന്തോന്നിത്? ആക്രി കച്ചവടം ഉണ്ടായിരുന്ന? ഒന്ന് മെബലീൻ, ഒന്ന് ഇത് മെബലീൻ ആണ്, ഇത് ഷുഗർ. അല്ല, ഈ ബാണ്ടക്കെട്ടൊക്കെ ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കുന്നത്. ഇനി ആരും സൂത്രം കാണിച്ചാ? പിന്നൊരു സാധനം, എല്ലാവർക്കും ദഹിക്കാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം. കോണ്ടംസ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്റെ ഐറ്റം ഫ്ലൂട്ടാ. പട്ടാളത്തിലെ സായാഹ്നങ്ങൾ ക്ഷീണിച്ചു വരുന്ന പട്ടാളക്കാർക്ക് ഞാൻ ഫ്ലൂട്ട് വായിച്ചു കൊടുക്കുമായിരുന്നു. ഇത് എന്റെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതാണ്. പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു? അളിയാ, തിളപ്പാറോളം കയറി ഇരുന്ന് പെരുമാറിക്കോ. ഒരു കൈ വെളിച്ചെണ്ണ നെറുകയിൽ പൊത്തി ഒന്ന് കുളിച്ചു കയറിയാ ഈ ബോഡി പിന്നെയും കണ്ടീഷനാ. പെട്ടെന്ന് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എന്നാ നിങ്ങളൊന്ന് മാറിന്നേ, ഇവരുടെ കഴിഞ്ഞതാ. അവിടെയാണ് സ്ഥലം, ഇവിടെ വന്നിട്ട് ചെയ്യാം നമുക്ക്. വാ. 2 എണ്ണം കൊണ്ടു നടക്കുന്നത്, ചിലപ്പോൾ ഒരെണ്ണം പെട്ടെന്ന് എന്തെങ്കിലും മോശപ്പെട്ടു പോയാൽ രണ്ടാമത്തത് പെട്ടെന്ന് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ 2 എണ്ണം കൊണ്ടു നടക്കുന്നത്. നടക്കാൻ പോകുന്നത് അതിൽ വലിയ അതിശയോക്തൊന്നുമില്ല, എല്ലാവരും ചെറുപ്പക്കാർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. തോന്നിയാസം പറയരുത്. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. രാവിട്ട ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാം. അങ്ങനെയാണെ പോവല്ലേ?